ഹായ്, എല്ലാവർക്കും നമസ്കാരം. അന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. പകലൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ മഴയൊക്കെ മാറി കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ റേഷൻ കടയിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അരിയൊക്കെ വാങ്ങിക്കണം, മണ്ണെണ്ണ വേണം. വിളക്ക് കത്തിക്കണമെങ്കിൽ അന്ന് മണ്ണെണ്ണ വിളക്കുകളാണല്ലോ. കറണ്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ, കറണ്ടൊന്നും പ്രചാരത്തിലായിട്ടില്ല. പിന്നെ ഊടുവഴികളൊക്കെ ആയ കാരണം പോസ്റ്റൊക്കെ കുറേ വേണം. അപ്പോൾ കറണ്ടൊന്നുമില്ല. അപ്പം അന്ന് റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ കിട്ടൂല. അപ്പോൾ പിന്നെ എന്തായാലും അമ്മ പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നു. പിന്നെ ഞാനാണ് മുതിർന്ന കുട്ടി, ആൺകുട്ടികൾ വീട്ടിലില്ല. അപ്പോൾ പിന്നെ എന്തായാലും പോവാമെന്ന് പറഞ്ഞു. അപ്പുറത്തെ വീട്ടിലെ കുട്ടികളോട് ചോദിച്ചു കേട്ടോ, കൂട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല, അവരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തനിച്ചനെ പോയത്. ഒരു 5-6 കിലോമീറ്റർ ഉണ്ട് കേട്ടോ റേഷൻ കടയിലേക്ക് പോകണമെങ്കിൽ. പക്ഷേ റേഷൻ കടയിലേക്ക് പോയി വരണ വഴികളൊക്കെ ഊടുവഴികളാണ്, മണ്ണ് വഴികളാണ് കേട്ടോ. ടാർ വഴിയല്ല, മണ്ണ് റോഡുകളാണ് കേട്ടോ. പക്ഷെ പറങ്കിമാവൻകാടുണ്ട്, ഞാവലുംകാട് അങ്ങനെയൊക്കെ ഉണ്ട്, കുന്നുകളൊക്കെ ഉണ്ട്. ഇപ്പം അവിടെയൊക്കെ വീടുകളായിട്ടാണ്. ഇപ്പം അങ്ങനെ കാടും മലയും കുന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. എല്ലാം വീടുകളായി തട്ടി നിരപ്പാക്കിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഞാവലുംകാട് അപ്പുറപ്പുറയാണെങ്കിൽ നടുവിലാണ് ചെറിയൊരു മണ്ണ് ഓടുവഴി. പിന്നെ പറങ്കിമാവൻ തോട്ടത്തിൽ കൂടെയാണ് ഞങ്ങൾ എളുപ്പവഴിക്ക് സ്കൂളിലേക്ക് പോയി റേഷൻ കടയിലേക്കൊക്കെ പോവുക കേട്ടോ, കടകളിലേക്കൊക്കെ പോവാം. അങ്ങനെ ആ വഴി കൂടെ സാധാരണ ഇരുട്ടധികം ആയിട്ടുമില്ലല്ലോ. അപ്പം ഞാൻ പോയി തിരിച്ചു വരുമ്പോഴതേ ആ വഴിക്ക് തന്നെ വന്നു കേട്ടോ. അപ്പോഴതിന് മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇടിമിന്നലുണ്ട്, ഇടിമിന്നലും ഇടിവെട്ടണമൊക്കെ ഉണ്ട്. നല്ല പേടിയാണ്, ഇടിക്കും മിന്നലിനൊക്കെ നല്ല പേടി എനിക്ക്. അപ്പം ഞാൻ ചുറ്റുപാടിങ്ങനെ നോക്കുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടോ ആ വഴിക്ക് എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആരെയും കണ്ടില്ല. അപ്പോൾ തനിച്ചെന്നെ പോകണം. അപ്പം ദേഷ്യം സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. 6-6:30 റേഷൻ കടയിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ 6-6:30 അപ്പോൾ തിരിച്ച് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിട്ട് പേടിച്ചിട്ടാണ് പറഞ്ഞത്. മഴക്കാറും മഴ ചാറലും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് നല്ല ടെൻഷനുണ്ട്. ആരുമില്ലല്ലോ കൂടെ, ആരുമില്ലല്ലോ, ആ ഒരു ടെൻഷനുണ്ട്. പിന്നെ വീടുകളൊന്നും അടുത്തൊന്നും വീടുകളില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവമാണ്, അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ വീടുകളുള്ളൂ. ഞങ്ങളുടെ വീട് എത്തിക്കഴിഞ്ഞാൽ ചുറ്റുപാടും തൊട്ടടുത്ത് കുറച്ച് വീടുകളുണ്ട്. അല്ലാതെ പോകുന്ന വഴിക്കൊന്നും അങ്ങനെ അധികം വീടുകളില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോൾ പറങ്കിമാവൻ അതിൻ്റെ കാട്ടിൽ കൂടെ തന്നെ തിരിച്ച് പോകുന്നു. അപ്പോൾ തലയിലാണെങ്കിൽ സഞ്ചിയുണ്ട്, സഞ്ചിയിൽ അരിയുണ്ട്. പിന്നെ കയ്യിലാണെങ്കിൽ മണ്ണെണ്ണ ക്യാനുണ്ട്. അന്നൊരു ക്യാനൊക്കെ ഉണ്ടല്ലോ, ആ ക്യാനാണ് മണ്ണെണ്ണയായിട്ട് വരുന്നത്. അപ്പോൾ വെള്ള നിറമാണ് മണ്ണെണ്ണ ക്യാനിന്. അപ്പോൾ സഞ്ചിക്കായിട്ട് വരുമ്പോൾ ഈ താഴത്തേക്ക് ഒരു കുന്നങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാവലുംകാടാണ്, അപ്പുറപ്പുറം ഞാവലുംകാടാണ്. അപ്പോൾ ഞാവലുംകാടിൻ്റെ അവിടെ നമ്മൾ നോക്കണ്ടെന്ന് വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് നോക്കുമല്ലോ. നമ്മുടെ പ്രായം അതാണല്ലോ. കാണണ്ടെന്ന് വിചാരിച്ച കാര്യങ്ങളാവും നമുക്ക് കാണുക. നമ്മൾ കാണില്ല, നമുക്ക് കാണാനൊരു ആഗ്രഹം തോന്നുക. അതുപോലെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ വിചാരിച്ചു, കുന്നുകണ്ട് ഇറങ്ങി വരുമ്പോൾ വിചാരിച്ചു ഞാവലുംകാട്ടിലേക്ക് നോക്കില്ല എന്ന്. അതായത് ഞാവലിങ്ങനെ എട്ടത്തൂർന്ന് നിൽക്കുകയാണ്. കട്ട പിടിച്ചിരുട്ടാ. 6-6:30 ആയിട്ടേ ഉള്ളൂ, 6 മണി 6:30 ആവണേ ഉള്ളൂ. എന്ന് വെച്ചാൽ നല്ല ഇരുട്ടാണ്. മഴക്കാറുണ്ട്, മഴ ചാറുന്നുണ്ട്, ഇടിമിന്നലുണ്ട്, ഇടിവളമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷനിലും ഒക്കെ എവിടെയെങ്കിലും നടന്നു വരുമ്പോൾ നോക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ അറിയാതെ ഞാവലുംകാടിൻ്റെ ഉള്ളിലേക്ക് നോക്കിപ്പോയി. ആ നോക്കിയപ്പോൾ ശരിക്കൊരു ഞാവലിൻ്റെ കടക്കിൽ, ഞാൻ പറഞ്ഞില്ലേ മനസ്സിലൊരു ഇത്, മേലാകെ ഒരു കുളിരും വരുന്നുണ്ട് അന്നത്തെ കാര്യം ആലോചിക്കുമ്പോൾ. അന്ന് പേടിച്ച പേടി ചില്ലറല്ല. അതായത് ഞാവലിൻ്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് ഒരു വെളുത്ത രൂപം. നമ്മൾ സാധാരണ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അതെ. യക്ഷികളോ പ്രേതങ്ങളോ ബാധകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു വെള്ള സാരി, തലമുടി കഴിച്ചിട്ട് അങ്ങനെ ഒരു രൂപമാണല്ലോ നമ്മുടെ മനസ്സിലെ. അതുപോലൊരു വെളുത്ത രൂപം കുറച്ച് നേരം ഒരു ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിലാണ് ഞാനത് കണ്ടത്. നമ്മൾ നോക്കണ്ടെന്ന് വിചാരിച്ചാണ്, ഒരു നിഴൽ പോലെ തോന്നി. അപ്പോൾ വീണ്ടും ഒന്നും കൂടി നോക്കിയപ്പോൾ അപ്പം തന്നെ ഒരു ഇടിമിന്നലുണ്ടായി. ആ മിന്നലിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ശരിക്കും അങ്ങോട്ട് കണ്ടോ കണ്ടില്ല എന്ന പോലുള്ള ഒരു രൂപം പെട്ടെന്ന് കണ്ടു. ആ കണ്ട വശം എനിക്ക് കാലൊക്കെ വിറച്ചിട്ട് നടക്കാൻ വയ്യ, ഒരടി നീങ്ങാൻ വയ്യ, അത്ര പേടി. അങ്ങനെ സഞ്ചി പിടുത്തം വിട്ടില്ല, മണ്ണിന് പിടുത്തം വിട്ടില്ല കേട്ടോ. അതെന്തോ ഒരു ഉത്ബോധത്തിൽ മനസ്സിലങ്ങനെ തോന്നിച്ചതാണ്. അതായത് അരിയില്ലെങ്കിലും മണ്ണെണ്ണില്ലെങ്കിലും അന്ന് വീട്ടിലത്തെ കാര്യം കഷ്ടം തന്നെ. അമ്മയുടെ നല്ല അടി കിട്ടും. അടിയുടെ കാര്യമല്ല, വെക്കാനും ഉണ്ടാവില്ല, പിന്നെ മണ്ണെണ്ണ വിളക്ക് കത്തിക്കണ്ടേ. അപ്പോൾ ആ ഒരു ടെൻഷനും ഉണ്ട്. അപ്പോൾ എന്തായാലും അരിയും മണ്ണെണ്ണയും കളഞ്ഞിട്ടില്ല. അതും കൈ പിടിച്ചിട്ട് അങ്ങനെ ഓടിയിട്ട് മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പേടി കൂടുതൽ, പിന്നിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത്രയും കണ്ട് പേടിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് മുന്നിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ദൂരമാണ്, ഇനി ഒരുപാട് ദൂരം ഓടിയെത്താനുണ്ട്. അപ്പോൾ ആ ടെൻഷൻ ഓടുകയാണ്. അപ്പോൾ ഈ സാധനമാണെങ്കിലോ, നമ്മൾ നോക്കിയ സാധനത്തെ പിന്നെ നോക്കാൻ പേടിയാവുക. അതായത് പിന്നെ നമ്മുടെ അടുത്തേക്ക് വരുമോ, വന്നു കഴിഞ്ഞാൽ എന്താ, ആകെ
ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ പേടിയാണ് കേട്ടോ. അങ്ങനെ ഓടുമ്പോൾ അപ്പുറത്ത് കുറച്ചങ്ങോട്ട് നീങ്ങിപ്പോയിട്ട് റോഡിൻ്റെ സൈഡിലൊരു വീടുണ്ട്, ഒരു ക്രിസ്ത്യാനികളുടെ വീടുണ്ട്. അതായത് അത്ര അടുപ്പാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ അവർ ആ സായിമേട്ടൻ അങ്ങോട്ട് ഇറങ്ങി നിന്നു. സായിമേട്ടൻ എന്തിനോ ഇറങ്ങി നിൽക്കണ നേരത്ത് സായിമേട്ടൻ കണ്ടു ഞാൻ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ഓട്ടമല്ല, കാലിൻ്റെ മുകളിൽ അങ്ങനെയായിട്ട് പറന്ന പോലെ ഒരു ഓടുന്നുണ്ട്. അതിനപ്പോൾ ജീവൻ കിട്ടുന്ന പോലെ ഒരു ഓട്ടമുണ്ടല്ലോ. ആദ്യം നമുക്ക് കാല് അനങ്ങിയിരുന്നില്ല, പിന്നെ നമുക്കൊരു ജീവൻ കിട്ടാനുള്ള ഒരു ഓട്ടമുണ്ടല്ലോ പേടിച്ചിട്ട്, ആ ഒരു ഓട്ടമാണ്. അതിൻ്റെ ഒപ്പം ഞാൻ ചീറി കരയുക, അത് ഓളിയിട്ട് എന്തോ ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവരൊക്കെ പിന്നീട്. അതായത് ഒരു ശബ്ദം ഉണ്ടാക്കുന്നത്. ഇയാൾ നോക്കുമ്പോൾ നല്ല ഇരുട്ടത്ത് ഒരു രൂപം തലയിൽ സഞ്ചരിക്കുന്നുണ്ട്. പിന്നെ താഴത്തായിട്ട് കയ്യിലാണ് മണ്ണെണ്ണ ക്യാൻ, അതായത് വെളുത്ത നിറത്തിലുള്ള ക്യാൻ അതുകൊണ്ട്. പിന്നെ സഞ്ചിയായിട്ട് ഒരു രൂപം ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾ എന്തോ ഒരു രൂപം വരച്ചിട്ട് ഇയാൾ മുന്നോട്ട് പോകണത് പിന്നോക്കം പോകണമെന്ന് വെച്ചിട്ട് അയാളും പേടിച്ച് നിൽക്കുക എൻ്റെ രൂപം കണ്ടിട്ട്. അങ്ങനെ ഓടി വന്ന് ഇയാളും പേടിച്ചിട്ട് കണ്ണ് തുറച്ച് നിൽക്കുക, ഞാനാണെങ്കിൽ ഒരു ചീറി കറഞ്ഞിട്ട് ഓടിയിട്ടിട്ട് ഞാനും വരണത്. അങ്ങനെ വന്നു അയാൾ അപ്പോഴത്തെ നിൽക്കുന്നുണ്ട്. അയാൾ വീട്ടിൽ നിന്നുള്ള എടുത്തി അവരെല്ലാവരും പാഞ്ഞു വന്നു. എല്ലാവരും ഓടി വരുമ്പോഴത്തേനും അവരുടെ മുന്നിൽ കെട്ടിമറിഞ്ഞ് വീണു. മണ്ണെണ്ണയും അരിയൊക്കെ അതുവരെ താങ്ങി പിടിച്ച് പോന്നു. അവിടേക്ക് എത്തുമ്പോഴത്തേക്കും അതൊക്കെ ചെതറിയിട്ടാണ്. അങ്ങനെ എല്ലാവരും പിടിച്ചിരുത്തി വെള്ളമൊക്കെ തന്നു, എല്ലാം സമാധാനിപ്പിച്ചതൊക്കെ ആയപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ ആരും പോയി നോക്കിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയുണ്ട്. എന്താ രൂപം എന്ന് മനസ്സിലാവണില്ല. പിന്നെ ഈ ഞാവലുകാരൻ്റെ തൊട്ട് പിന്നിൽ ശവക്കോട്ടയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു ശവക്കോട്ട അങ്ങനെയൊക്കെ പറയുന്നത് ഒരു പേടി തന്നെയാണല്ലോ. അങ്ങനെയൊന്നും ഇല്ലയെന്നോ ഉണ്ടോയെന്നോ നമുക്കൊന്നും വ്യക്തമായിട്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ശവക്കോട്ടയാണ് അത്, കാരണം ആരും പോയില്ല അന്ന്. പക്ഷേ വീട്ടിലെത്തി ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് പനിയൊക്കെ ആയിരുന്നു, സ്കൂളിലൊന്നും പോകാൻ പറ്റിയില്ല, നല്ല പനി, നല്ല വിറയലൊക്കെ ആയിരുന്നു, പേടിപ്പനി. എന്നിട്ട് അമ്മ മൊയിലാരുടെ അടുത്ത് പോയിട്ട്, അന്ന് മൊയിലാരുടെ അടുത്തേക്ക് പോവുക, മൊയിലാരുടെ അടുത്ത് പോയിട്ട് വെള്ളം ഊതി ചരട് ജപിച്ച് കെട്ടിത്തരിക, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ കേട്ടോ. കണ്ട് പേടിപ്പനിക്കുള്ളതാണ് അതൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും അത് പറഞ്ഞാൽ ചെറിയ കുട്ടിയാണ്, എന്തോ കണ്ട് പേടിച്ചതാണ്, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കളിയൊക്കെ പറയുകയൊക്കെ ചെയ്തു വെച്ചാലും പിന്നീട് പലരും അങ്ങനെ ആ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറയാൻ കേട്ടു. ഓരോരുത്തർ കണ്ട് പേടിച്ചു എന്നോ പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ആ വഴി പോകാൻ പേടിയായിരുന്നു. പിന്നീട് ഞാൻ ഒരിക്കലും ഞാൻ അതായത് വൈകിട്ട് സന്ധ്യാസമയത്തോ 5 മണിക്ക് ശേഷം ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ പോയിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്കൊക്കെ. അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു അവിടെ ഇങ്ങനെ കണ്ടു, അങ്ങനെ കുട്ടി കണ്ട് പേടിച്ചത് വെറുതെ ഒന്നല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു സംഭവക്കഥ തന്നെയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. നന്ദി.